അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, നമസ്കാരത്തിൻ്റെ മാധുര്യം ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതിനിടയിൽ പലതവണയായിട്ട് ആ ഖുശൂ എന്നുള്ള ഒരു ഘടകത്തെ സംബന്ധിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇൻഹാല കബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ആ ഖുശൂ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ നമസ്കാരം അവർക്കൊരു ഭാരമായിട്ട് അനുഭവപ്പെടും. അതല്ലെങ്കിൽ മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റി പറഞ്ഞ സമയത്തും ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, അവർ നമസ്കരിക്കുമെന്നല്ല, മറിച്ച് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരുടെ നമസ്കാരത്തിൽ ആ ഖുശൂ ആകുന്ന ഘടകം അവിടെയും അള്ളാഹു ഹൈലൈറ്റ് ചെയ്ത് അതിനെ സംബന്ധിച്ചെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബി ഹുദൈഫ ബിൻ അൽ യമാൻ റളിയല്ലാഹു അൻഹു, സ്വാഹിബുസ് സിർ, റസൂലുള്ളാഹിൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായിട്ടുള്ള സ്വഹാബി, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രസ്താവനയിലൂടെ നമ്മൾ ഈ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ആ ഖിയാമത്ത് നാളോട് അടുക്കുന്ന സമയത്ത് അവ്വലു മാ തുഫ്ഖിദൂന മിൻ ദീനിക്കും അൽ ഖുശൂ, ദീനിൽ നിന്നും ആദ്യമായിട്ട് അപ്രത്യക്ഷമാകാൻ പോകുന്ന ക്വാളിറ്റി അത് ആ ഖുശൂ ആണ്, ഭയഭക്തിയാണ്. അതേസമയം ആഖിറു മാ തുഫ്ഖിദൂന മിൻ ദീനിക്കും അസ്വലാ, അവസാനമായിട്ട് നഷ്ടപ്പെടാൻ പോകുന്നത് ആ നമസ്കാരമാണ്. റുബ്ബ മുസല്ലിൻ ലാ ഖൈറ ഫീഹി, അത്തരം ഖുശൂ ഇല്ലാതെ യാന്ത്രികമായിട്ടുള്ള നമസ്കാരം, അതിൽ യാതൊരു നന്മയില്ല. അപ്പോൾ വലിയ പള്ളി ആയിരിക്കും, ആ പള്ളി നിറയെ ആളുകളുണ്ടാകും, പക്ഷേ അതേസമയം വയൂഷിക്കു അൻ തദ്ഖുല മസ്ജിദൽ ജമാഅത്തി ഫലാ തറാ ഫീഹിം ഖാശിഅ, പള്ളി നിറയെ ആളുകളുണ്ടാകും, പക്ഷേ അതിൽ ആ ഖുശൂഅോടുകൂടെ നമസ്കരിക്കുന്ന ആളുകൾ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമായിരിക്കും. ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് അദ്ദേഹം ആ പ്രസ്താവനയിൽ പറയുകയാണ്. അപ്പോൾ നമസ്കാരത്തിൻ്റെ ഒരു പ്രാധാന്യത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ഭാഗത്ത് ചിലത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതര ഇബാദത്തുകളിൽ നിന്നും നമസ്കാരത്തെ വ്യതിരിക്തമാക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇതര നമ്മൾ അനുഷ്ഠിക്കാറുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ദിക്റുകൾ നമ്മൾ നാവ് കൊണ്ട് ഉരുവിടാറുണ്ട്. ആ നാവ് കൊണ്ട് ഉരുവിടുന്ന സമയം അത്രയും ഹൃദയ സാന്നിധ്യത ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഉണ്ടാകുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിലും അത് നമ്മൾ ഉച്ചരിക്കുന്ന ഉരുവിടുന്നതിന് അതിന് പ്രതിഫലം ഉണ്ടാകും. അതേപോലെ തന്നെ ആ ദിക്ർ ചെല്ലുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം, ഇനി അത്യാവശ്യമാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്ത് മറ്റൊരാളോട് സംസാരിക്കാം, ആ രൂപത്തിലാണ്. അതേപോലെ തന്നെയാണ് സ്വതക്കയും സക്കാത്തെല്ലാം നമ്മൾ ശരീരം കൊണ്ട് നിർവഹിക്കുന്നതാണ്, ഹൃദയ സാന്നിധ്യത വേണം, പക്ഷേ അതിനിടയിൽ ഇതെല്ലാം ആകാം. അതേപോലെ തന്നെയാണ് നോമ്പും. ആ നോമ്പ് പകലുടനീളം നമ്മൾ പട്ടിണി കിടക്കുന്ന സമയത്തും അതിനിടയിൽ ചില സമയത്ത് ഹൃദയം ഓഫ്ലൈനിൽ പോകും, നമ്മൾ മറ്റുള്ള ആളുകളോട് സംസാരിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, അതെല്ലാം ആ നോമ്പിനിടയിൽ നമ്മൾ ആ രൂപത്തിലെല്ലാം ചെയ്യാറുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഹജ്ജും ഉംറയെല്ലാം ചെയ്യുന്ന സമയത്തും ആ തവാഫ് ചെയ്യുന്ന സമയത്തും അത്യാവശ്യമാണെങ്കിൽ സംസാരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം. ഏറ്റവും മാരകമായിട്ടുള്ള ചില സൈറ്റ് ഇപ്പോൾ കാണേണ്ടി വരുന്നത്, ചില ആളുകൾ അവിടെ വെച്ച് സെൽഫി അതല്ലെങ്കിൽ ലൈവായിട്ട് ഫോണിലൂടെ ആ സമയത്ത് സംസാരിക്കുക, ആ രൂപത്തിലെല്ലാം അത് നിർവഹിക്കാറുണ്ട്. പക്ഷെ അതേസമയം നമസ്കരിക്കുന്ന സമയത്ത് ആ രൂപത്തിലല്ല. നമസ്കാരത്തിൽ ഇത് മൂന്നും, അതായത് നാവ് കൊണ്ട് ഉരുവിടേണ്ടതുണ്ട്, ശരീരത്തിൻ്റെ A to Z അതിൽ പങ്കെടുക്കുന്നുണ്ട്, അതിനേക്കാൾ ഉപരി അതിൻ്റെ കേന്ദ്രഭാഗം, അതിൽ ആ ഉടനീളം ആ മനസാന്നിധ്യം അതിൽ നിലനിർത്തേണ്ടതുണ്ട്. അപ്പോൾ നമസ്കാരം ഇതര ഇബാദത്തുകളിൽ നിന്നെല്ലാം വ്യതിരിക്തമാണ്. അപ്പോൾ അവിടെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ കാണാതെ പോകുന്ന അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ആ ദിനേന 5 തവണ ഒരല്പനേരത്തെങ്കിലും ഇത്തരം ഡിവൈസുകളെല്ലാം ഓഫ് ചെയ്ത് അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യാൻ അള്ളാഹു നൽകിയ ഒരു അവസരം. ചിന്തിച്ചു നോക്കും. അപ്പോൾ നമ്മൾ ആ തവാഫും ഉംറയെല്ലാം നിർവഹിക്കുന്നത് പോലെ നമസ്കാരം ആകായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പള്ളിയിലും ഇതേ രൂപത്തിൽ സെൽഫിയും അപ്ഡേറ്റ് എല്ലാം അവിടെയും അത് കാണേണ്ടി വരുമായിരുന്നു. അപ്പോൾ ആ ഒരു അല്പസമയത്തേക്കെങ്കിലും സമ്പൂർണ്ണമായിട്ട് അതിൽ നിന്നെല്ലാം ഡിസ്കണക്ട് ചെയ്ത്, ഇപ്പോൾ നമ്മൾ നമസ്കാരം എന്നുള്ളത് നമ്മൾ സ്പിരിച്വലി നമ്മളെ റീചാർജ് ചെയ്യുകയാണ്. ഇപ്പോൾ ദുനിയാവിൽ നിന്ന് നമ്മൾ അൺപ്ലഗ് ചെയ്ത് അള്ളാഹുവുമായിട്ട് പ്ലഗ് ചെയ്യാണ്, അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യാണ്. കഴിഞ്ഞ ഭാഗത്ത് നാം പറഞ്ഞിരുന്നു, ആ സുല എന്നുള്ള പദം അതിൻ്റെ ഒരർത്ഥം ആ കണക്ട് എന്നുള്ള അള്ളാഹുവുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുകയാണ്. അപ്പം അതിൻ്റെ ആ പ്രാധാന്യത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ഭാഗത്തുടനീളം വിശദീകരിച്ച സമയത്ത് ഓർക്കുന്നുണ്ടാകും, മരണാനന്തര ജീവിതത്തിൽ വിജയികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, അവർ നമസ്കരിക്കുമെന്ന് മാത്രമല്ല, മറിച്ച് ആ നമസ്കാരത്തിൻ്റെ ക്വാളിറ്റികളാണ് അള്ളാഹു പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്തത്. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ നമസ്കാരത്തിൽ ആ ഖുശൂ ഉള്ള ആളുകളായിരിക്കും. അതേപോലെ തന്നെ സ്വലവാത്തിഹിം യുഹാഫിദൂൻ, നമസ്കാരത്തിൽ ആ സമയനിഷ്ഠ, അതെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഈ ലോകത്തോട് വിട പറയുന്നതോടുകൂടെ നമ്മുടെ ഖബറിൽ ആദ്യമായിട്ട് നമുക്ക് സംരക്ഷണത്തിന് വേണ്ടി എത്തുന്ന കർമ്മം അത് നമസ്കാരമാണ്. അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തിൽ ആദ്യമായിട്ട് അള്ളാഹു വിചാരണ ചെയ്യപ്പെടാൻ പോകുന്ന കർമ്മം
ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആ സ്വർഗത്തിൽ ആദ്യത്തെ കവാടം എന്നുള്ളത് ബാബുസ്വല, അത് നമസ്കാരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ നമസ്കാരം അത് എങ്ങനെയെങ്കിലൊക്കെ നിർവഹിക്കുന്നവർക്കല്ല, മറിച്ച് അതിൻ്റെ ആ ക്വാളിറ്റി, ആ ഖുശൂ നിലനിർത്തിക്കൊണ്ട് നിർവഹിക്കുന്നവർക്കാണ്. ഉലായിക ഹുമുൽ വാരിസൂൻ. അതുകൊണ്ടാണ് പണ്ഡിതന്മാരുടെ പ്രസിദ്ധമായിട്ടുള്ളൊരു പ്രസ്താവന പറയാറുണ്ട്, ഇന്ന മൻസിലത്തക ഫിൽ ജന്നത്തി അലാ ഖുശൂഇക ഫി സ്വലാത്തിക്. നാളെ മരണാനന്തര ജീവിതത്തിൽ ആ സ്വർഗത്തിൽ വെച്ച് നിനക്ക് ലഭിക്കാൻ പോകുന്ന ആ പദവിയെ സംബന്ധിച്ച് അറിയണമെങ്കിൽ ഭൂമിയിലുള്ള നിന്റെ നമസ്കാരത്തിൻ്റെ ആ ഖുശൂഇലേക്ക് നോക്കിയാൽ മതി എന്നുള്ളതാണ്. അത് നോക്കിയാൽ അവിടെ ലഭിക്കാൻ പോകുന്ന ദർജയെ സംബന്ധിച്ചുള്ള ഒരു ക്ലൂ ലഭിക്കും എന്നുള്ളതാണ്. അള്ളാഹു ആ ഖുശൂ നിലനിർത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ഇനി എന്താണ് നമസ്കാരത്തിൽ ഉണ്ടായിരിക്കേണ്ട ഖുശൂ? പലതവണയായിട്ട് നമ്മൾ ആ ഒരു പദം പറയുന്നുണ്ട്. അപ്പോൾ ഭയഭക്തി എന്ന് നമ്മൾ പരിഭാഷപ്പെടുത്താറുണ്ട്. പ്രധാനമായിട്ടും ആ പദത്തിന് പണ്ഡിതന്മാർ നൽകുന്ന 3 അർത്ഥങ്ങൾ. ഹുവ ഇൻഖിഫാദു വ ദുല്ലു വ സുക്കൂൻ. ഇൻഖിഫാദ് എന്ന് വെച്ചാൽ ആ താഴ്മ, ലോവറിങ് എന്നുള്ള അർത്ഥമാണ്. രണ്ടാമതായിട്ട് ആ ദുല്ലെന്ന് വെച്ചാൽ ആ വിനയം, ഹംബിൾനെസ്. മൂന്നാമത് സുക്കൂൻ. സുക്കൂന് നമുക്കറിയാം നിശ്ചലാവസ്ഥ അല്ലെങ്കിൽ ആ ശാന്തി, ആ സ്റ്റിൽനെസ്സിനെ കുറിക്കുന്നതാണ്. അപ്പോൾ ഈ 3 അർത്ഥത്തിലും പരിശുദ്ധ ഖുർആനും ഈ പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സൂറത്ത് ഫുസ്സിലത്തിൻ്റെ 39-ാമത്തെ വചനത്തിൽ വമിൻ ആയാത്തിഹി അന്നക തറൽ അർള ഖാശിഅതൻ, സമാനമായിട്ടുള്ള പദമാണ്. ഭൂമി ആ അടങ്ങി ഒതുങ്ങി അല്ലെങ്കിൽ ആ നമിച്ച് നിൽക്കുന്നതിനെ സംബന്ധിച്ച് അവിടെ പറയുന്നുണ്ട്. ശേഷം ആ മഴ വർഷിക്കുന്നതോടുകൂടെ ഫഹ്തസത്ത് വറബത്ത്, അതിൽ നിന്നും ആ ചെടികൾ, അത് വിണ്ടുകീറിയ ആ ചെടികൾ പുറത്തു വരികയാണ്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ ആ വിനയത്തെ കുറിക്കുന്ന ദുല്ലെന്നുള്ള പദം പറഞ്ഞു. അപ്പോൾ ആ വിനയത്തിൻ്റെ പ്രകടനങ്ങൾ പരിശുദ്ധ ഖുർആൻ്റെ പല ഭാഗത്തും പറഞ്ഞ സമയത്ത് അബ്സ്വാറുഹ ഖാശിഅ, സൂറത്തു നാസിആത്ത്, അതല്ലെങ്കിൽ ഖുശ്അൻ അബ്സ്വാറുഹും, അവിടെ ആ വിനയം അല്ലെങ്കിൽ ആ ഭയമെല്ലാം കാരണം ആ കണ്ണുകൾ ആ താഴുന്നതിനെ സംബന്ധിച്ച്. അതല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ശൂറയുടെ 45-ാമത്തെ വചനത്തിൽ വതറാഹും യുഅറദൂന അലൈഹ ഖാശിഈന മിനദ്ദുൽ, ആ നരകത്തിൻ്റെ മുമ്പിൽ ആ ഭയം അല്ലെങ്കിൽ ആ നിന്ദ്യതയെല്ലാം നിമിത്തം ആ വിനയത്തോടു കൂടെയുള്ള ആ നിഷേധികളുടെ നൃത്തം. അതല്ലെങ്കിൽ സൂറത്തു ഖലമിൽ തന്നെ ഖാശിഅതൻ അബ്സ്വാറുഹും തർഹഖുഹും ദില്ല, അവിടെയെല്ലാം ആ കണ്ണുകൾ താഴ്ത്തിയുള്ള ആ വിനയത്തോടു കൂടെയുള്ള നൃത്തം അള്ളാഹു ഒപ്പിയെടുക്കുന്നുണ്ട്. പിന്നീട് 3-മതായിട്ട് ആ ഖുശൂ എന്നുള്ള പദത്തിന് നൽകിയ മറ്റൊരർത്ഥം ആ സുക്കൂനാണ്, ആ ശാന്തി അല്ലെങ്കിൽ ആ നിശ്ചലാവസ്ഥ, സ്റ്റിൽനെസ്സാണ്. അപ്പോൾ അതേ ആശയത്തിലാണ് സൂറത്ത് ത്വാഹയുടെ 108-ാമത്തെ വചനത്തിൽ വഖശഅത്തിൽ അസ്വാത്തുൽ റഹ്മാനി ഫലാ തസ്മഉ ഇല്ലാ ഹംസ. അന്നത്തെ ദിവസം, അതായത് ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചാണ് പറയുന്നത്, എല്ലാ ശബ്ദങ്ങളും അള്ളാഹിൻ്റെ മുമ്പിൽ, അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് താഴ്ന്നു പോകും. ആ ഭയം കാരണം ഒരാളുടെ ശബ്ദവും അവിടെ ഉയരില്ല എന്നുള്ളത്, ആ പൂർണ്ണമായിട്ടുള്ള സൈലൻസിനെ സംബന്ധിച്ചാണ് അള്ളാഹു അവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ നമസ്കാരത്തിലും ആ രൂപത്തിലാണ് അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അവിടെ സൈലൻസ് എന്ന് പറയുമ്പോൾ 2 രൂപത്തിലുള്ള സൈലൻസ് ഉണ്ട്. ഒന്ന് പുറമേക്കുള്ള അവയവങ്ങളുടെ സൈലൻസ്, സുക്കൂനുൽ ബദനോ ഔ ജവാരിഹ്, നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ അവയവങ്ങളുടെ ആ ഒരു നിശബ്ദത. അതായത് അള്ളാഹു പറഞ്ഞ ആ മൂവ്മെൻറ്റുകൾ മാത്രമാണ് നമ്മൾ നടത്തുന്നത്, അല്ലാതെ അനാവശ്യമായിട്ടുള്ള സംസാരമോ അല്ലെങ്കിൽ ഇളക്കങ്ങളോ ഒന്നും ആ നമസ്കാരത്തിലില്ല. അതേസമയം പുറമെ ഏത് രൂപത്തിലാണോ നിങ്ങൾ സൈലൻസ് ആകുന്നത് അതേ രൂപത്തിൽ തന്നെ അകവും സൈലൻസ് ആകേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ പുറമെ നിശബ്ദമാണെങ്കിലും അകം മുഴുവൻ ശബ്ദകോലാഹലങ്ങൾ, അതായത് വേണ്ടാത്ത ചിന്തകളിലും മറ്റുമായിട്ട് ആ മനസ്സിൻ്റെ ആ വഴിവിട്ട സഞ്ചാരം. ഇപ്പോൾ ഇൻറ്റേർണൽ സൈലൻസ് എന്നുള്ളത് അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശപ്പുണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ടോയ്ലറ്റ് പോകാനുണ്ടാകുന്ന സമയത്തെല്ലാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നമസ്കരിക്കണം എന്ന് പറയാനുള്ള കാരണം അതെല്ലാം അകത്തുള്ള സൈലൻസ് കൈവരിക്കുന്നതിന് തടസ്സമായിട്ട് വരുമെന്നുള്ളത്. അപ്പം അകവും പുറവും ഒരേ രൂപത്തിൽ ആ നിശബ്ദത കൈവരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ചുരുക്കത്തിൽ ഇതൊക്കെയാണ് ഖുശൂ എന്നുള്ള പദത്തിന് വരുന്ന പ്രധാനപ്പെട്ട ചില അർത്ഥങ്ങൾ. വീണ്ടും സൂറത്തുൽ ഹദീദിൽ അലം യഅ്നില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ, വിശ്വാസികൾക്ക് അള്ളാഹിനെ സംബന്ധിച്ചുള്ള ഭയം കാരണം അവരുടെ ആ ഹൃദയങ്ങൾ അള്ളാഹിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ സമയമായിട്ടില്ല, അള്ളാഹു ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഖുർആൻ എങ്ങാനും ഏതെങ്കിലും ഒരു പർവ്വതത്തിന് മീതെ അവതരിപ്പിച്ചിരുന്നെങ്കിൽ സൂറത്തുൽ ഹശ്റിൽ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ, ആ പർവ്വതം അള്ളാഹിനെ സംബന്ധിച്ചുള്ള ഭയം കാരണം അത് പൊടിഞ്ഞു പോകുന്നല്ല അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം അതേ ആശയത്തിലാണ് അള്ളാഹു സംസാരിക്കുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ മനസ്സിൽ വെച്ച് പണ്ഡിതന്മാരെ ഖുശൂഇന് നൽകിയ ചില നിർവചനങ്ങൾ ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാ അദ്ദേഹം ഖുശൂഇനെ നിർവചിച്ചത് ഹുവ ഇൻകിസാറുഹു ലില്ലാ വ ഖുദൂഉഹു വ സുകൂനുഹു, അതായത് ഹൃദയം അള്ളാഹിൻ്റെ ആ മഹത്വം തിരിച്ചറിഞ്ഞ് താഴ്മയോടുകൂടെ അല്ലെങ്കിൽ വിനയത്തോടുകൂടെ അള്ളാഹിൻ്റെ മുമ്പിൽ കീഴടങ്ങുന്ന അവസ്ഥ, അതായത് ചാഞ്ചാടുന്ന ഹൃദയം അള്ളാഹുവിലേക്ക് മാത്രമായിട്ട് നിശ്ചലാകുന്ന അവസ്ഥ, ഹൃദയം കീഴടങ്ങുന്നതോടുകൂടെ ഫഇദാ ഖശഅൽ ഖൽബു ഖശഅത്തിൽ ജവാരിഹു കുല്ലഹ, ഹൃദയം കീഴൊതുങ്ങുമ്പോൾ മറ്റുള്ള അവയവങ്ങളും അതിനൊപ്പം ഒതുങ്ങുകയാണ്. അതായത് ഹൃദയമാണ് ക്യാപ്റ്റൻ, ഹൃദയമാണ് രാജാവ്. ഇപ്പോൾ രാജാവിൻ്റെ ആ കൽപ്പന ലഭിക്കുന്നതോടുകൂടെ സൈന്യം അതേ രൂപത്തിൽ ആ കൽപ്പന അപ്പടി പിൻപറ്റുന്ന രൂപത്തിൽ
ഹൃദയത്തിൻ്റെ ആ ഒരു കീഴടക്കം വരുന്നതോടുകൂടി അത് അവയവങ്ങളിൽ അത് പ്രകടമാകുകയാണ്. ലൗ ഹഷഅൽ ഖൽബ് ലഖശഅത്തിൽ ജവാരിഹ് പറയാറുണ്ട്. അതായത് ഹൃദയത്തിൽ ആ ഖുശൂ ഉണ്ടെങ്കിൽ, ആ ഫൗണ്ടൻ ഉണ്ടെങ്കിൽ അത് മറ്റുള്ള അവയവങ്ങളിലേക്കും ഒഴുകി വരുമെന്നുള്ളത്. അപ്പോൾ നമസ്കാരത്തിൻ്റെ 2 ഡയമെൻഷനാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുറമേക്കുള്ള ഒരു ഒതുക്കം, അതിന് ഖുദൂ എന്നാണ് പറയുക. അതേസമയം ഖുശൂ എന്നുള്ളത് അതിൻ്റെ അകത്തുള്ള ഒതുക്കമാണ്. ഒരാളുടെ നമസ്കാരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ചലനങ്ങൾ, അപ്പോൾ അയാൾ നമസ്കാരത്തിലുടനീളം താടിയിലും മുടിയിലും കളിച്ചുകൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, ഇടയ്ക്കൊന്ന് കീശ മൊബൈൽ തപ്പുക, സമയം നോക്കുക, ഈ രൂപത്തിലെല്ലാം ചെയ്തിട്ട് അവസാനം അയാൾ പറയാണ് എനിക്ക് നല്ല ഖുശൂ ഉണ്ട്. കാരണം ആ ഖുശൂ എന്നുള്ളത് ഹൃദയത്തിലല്ലേ, ആ രൂപത്തിലല്ല കാര്യങ്ങൾ. കാരണം ലൗ ഹഷഅൽ ഖൽബ് ലഖശഅത്തിൽ ജവാരിഹ്, ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് ഹൃദയത്തിലുള്ള ആ ഖുശൂ അത് പുറമേക്ക് അവയവങ്ങളിലൂടെ പ്രതിഫലിക്കണം, എങ്കിൽ മാത്രമേ അത് പൂർണ്ണമാകുന്നുള്ളൂ. അതായത് അകത്തും പുറത്തുമുള്ള ഒതുക്കം, വിനയം, ആ നിശബ്ദത, അതാണ് ഖുശൂ എന്നുള്ള ആ ഒരു പദത്തിനകത്ത് വരുന്നത്. ഇത്തരം നിർവചനങ്ങളിലുള്ളതുപോലെ ആയിക്കൊള്ളുന്നില്ല നമ്മുടെ ഒന്നും നമസ്കാരങ്ങൾ. അള്ളാഹു നമ്മുടെ ആ നമസ്കാരത്തിലുള്ള ന്യൂനതകൾ അള്ളാഹു പുറത്തു വരുമാറാകട്ടെ, ആമീൻ. ആ രൂപത്തിലാണ് ഖുശൂവിനെ അവർ നിർവചിക്കുന്നത്. അപ്പോൾ അത് ഏത് രൂപത്തിലാണ് ഒരാളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ നമസ്കാരം മാറ്റിവെച്ച് ഭൗതികമായിട്ടുള്ള ചില സന്ദർഭങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ചാൽ ഏകദേശം ഒരു ധാരണ കിട്ടും. അതായത് ഒരാളുടെ ജീവിതത്തിൽ ആ ഖുശൂ പ്രത്യക്ഷത്തിൽ പ്രകടമാകുന്ന ചില സന്ദർഭങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് അള്ളാഹു നമ്മളെ ഏവരെയും മാരക രോഗങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാകട്ടെ, ആമീൻ. അത് കാരണം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു എല്ലാ ശമനവും നൽകുമാറാകട്ടെ. ഇപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് ഒരു മാരക രോഗം ഡയഗ്നോസ് ചെയ്ത് ഒരു ഡോക്ടർ അയാളോട് സംസാരിക്കുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഡോക്ടറുടെ മുമ്പിൽ അയാൾ ഇരിക്കുന്ന വല്ലാത്തൊരു ഇരിപ്പുണ്ട്, അവിടെ ആ ഖുശൂ പ്രകടമായിട്ട് കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ ഒരു പ്രതിയെ പിടികൂടി ആ നിയമപാലകർക്ക് മുമ്പിൽ നിസ്സഹായനായിട്ട് നിൽക്കുന്ന ആ പ്രതിയെ സംബന്ധിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. അതല്ലെങ്കിൽ കടമടക്കാൻ പറ്റാതെ ആ കടക്കാരൻ്റെ മുമ്പിൽ കെഞ്ചി നിൽക്കുന്ന ഒരാളുടെ അവസ്ഥ. അപ്പോൾ അവിടെയെല്ലാം ആ പ്രത്യക്ഷത്തിൽ ഭൗതികമായിട്ട് ആ ഖുശൂ പ്രകടമാകുന്ന ചില സന്ദർഭങ്ങളാണ്. അപ്പോൾ അവിടെയെല്ലാം ഭയമാകുന്ന എലമെൻ്റാണ് പ്രതിഫലിക്കുന്നതെങ്കിൽ അള്ളാഹുവിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ആ ഭയവും പ്രതീക്ഷയും, അതേപോലെ തന്നെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പക്ഷിയുടെ 2 ചിറകുകളോട് ഉപമിക്കുന്നുണ്ട്. ആ ചിറക്, ഒരു ചിറക് ഭയം, മറ്റേ ചിറക് പ്രതീക്ഷ, അതേസമയം ആ പക്ഷിയുടെ തല എന്നുള്ളത് സ്നേഹമാണ്. ആ രൂപത്തിലാണ് നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ബാലൻസ് അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതേസമയം അള്ളാഹുവിലേക്ക് നമ്മളെ ഏറ്റവും അടുപ്പിക്കേണ്ട ഘടകം എന്നുള്ളത് അള്ളാഹിനോടുള്ള സ്നേഹമാണ്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ ആ ഖുശൂഇനെ അദ്ദേഹം ആ സ്നേഹവുമായിട്ട് ബന്ധപ്പെടുത്തി അദ്ദേഹം നൽകുന്ന മനോഹരമായിട്ടുള്ള വിശദീകരണം, മുഹിബ്ബീൻ, പരസ്പരം സ്നേഹിക്കുന്ന 2 ആളുകളെ സംബന്ധിച്ചുള്ള ഉപമ. അപ്പോൾ സ്നേഹിക്കുന്നവരുടെ ഹൃദയങ്ങൾ അത് സദാസമയത്തും ബന്ധിച്ചിരിക്കും, അവർ സദാസമയത്തും പരസ്പരം ഓർത്തുകൊണ്ടിരിക്കും, അവർ സംസാരത്തിലുടനീളം അവരുടെ ചിന്ത പരസ്പരം ചിന്തിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ആ സ്നേഹത്തിൽ അകപ്പെട്ട ഒരാളോട്, അയാളോട് നമ്മൾ എന്ത് തന്നെ സംസാരിച്ചാലും, ഇപ്പോൾ ഫുട്ബോളിനെ സംബന്ധിച്ച് സംസാരിച്ചാലും രാഷ്ട്രീയം സംസാരിച്ചാലെല്ലാം അവസാനം ആ വിഷയം അയാൾ കൊണ്ടുചെന്ന് എത്തിക്കുക ആ സ്നേഹിക്കപ്പെടുന്ന ആളിലായിരിക്കും. അതെങ്ങനെങ്കിലൊക്കെ ആയിട്ട് നമുക്കൊരിക്കലും മനസ്സിലാകാത്ത രൂപത്തിൽ അയാൾ ആ വിഷയം അവസാനം അവിടെ എത്തിക്കുക, അല്ലെങ്കിൽ ആ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഹൃദയം സദാസമയത്തും ഫോക്കസ് ചെയ്യുന്നത് ആ സ്നേഹിക്കപ്പെടുന്നവരിലേക്കാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഡെഫിനിഷനിലേക്ക് ചേർത്ത് വെക്കുകയാണെങ്കിൽ, അതായത് ഹൃദയം അള്ളാഹുവിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് ആ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഹൃദയം അള്ളാഹുവിൽ നിശ്ചലമാകുന്ന അവസ്ഥ, അതാണ് ആ ഖുശൂഇനെ അദ്ദേഹം മനോഹരമായിട്ട് വിവരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മളിതുവരെ ഖുശൂ എന്നുള്ള പദത്തെ സംബന്ധിച്ച് പറഞ്ഞു, അതിൻ്റെ ചില നിർവചനങ്ങളും ചില മാനങ്ങളെ സംബന്ധിച്ചെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ ചില നേട്ടങ്ങൾ, ബെനിഫിറ്റുകളെ സംബന്ധിച്ചാണ് തുടർന്നങ്ങോട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നിർവഹിക്കുന്ന ഏതൊരു ആരാധനാകർമ്മമോ അത് നമസ്കാരം മാത്രമല്ല, മറ്റേത് ഇബാദത്തുകളും ആ ഇബാദത്താകുന്ന റെസിപ്പിയുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ്, ആ രഹസ്യക്കൂട്ട് എന്നുള്ളത് അതിലുള്ള ഖുശൂ ആണ്. അതാണ് അതിൻ്റെ ആ ഗ്രോത്ത് പ്രൊമോട്ടർ. ആ ഖുശൂ അതിലേക്ക് വരുന്നതോടുകൂടെ, ആ കഴിഞ്ഞ ഭാഗത്തും അവസാനം പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും, 5 ലെവലുകൾ, നമസ്കാരത്തിൻ്റെ 5 ലെവലുകൾ, അതിൽ അവരെല്ലാം വ്യത്യസ്തമാക്കുന്ന ഘടകം എന്നുള്ളത് അതിലുള്ള ഖുശൂ ആകുന്ന എലമെൻ്റാണ്. ഒരു പള്ളിയിൽ ഒരു സൊഫിൽ 10 ആൾ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ കർമ്മങ്ങൾ ദൂരെ നിന്ന് വീക്ഷിക്കുന്ന ഒരാൾക്ക് എല്ലാവരും ഒരേ രൂപത്തിലായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഒരാൾ ഒമ്പിച്ച പ്രതിഫലം നേടുന്നുണ്ടാകും. അതിന് അയാളെ അർഹനാക്കുന്നത് അയാളുടെ നമസ്കാരത്തിലുള്ള ഖുശൂ ആകുന്ന ആ ഒരു എലമെൻ്റാണ്. അത് എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഇബാദത്തുകളുടെ വളർച്ചയെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഘടകമാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമതായിട്ട് ഖുശൂ ആകുന്ന ഘടകം അതുള്ള സമയത്താണ് ഒരാൾ ആ നമസ്കാരം ആസ്വദിക്കുന്നത്. അതേസമയം അതിൻ്റെ ഒരു മറുവശം, അതില്ലാതെ ആകുന്നതോടുകൂടെ ആ ഒരു കർമ്മം അങ്ങേയറ്റം ഡ്രൈ ആയിട്ട് അയാൾക്ക് ഫീൽ ചെയ്യും, അതൊരു ഭാരമായിട്ട് അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഇപ്പോൾ സൂറത്തുൽ ബഖറയിൽ നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് ഇന്നഹാല കബീറത്തുൻ ഇല്ല അലൽ ഖാശഈൻ, ആ ഖുശൂ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഭാരമായിരിക്കുമെന്ന് അള്ളാഹു തന്നെ അവിടെ പറയുകയാണ്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമതായിട്ട് അള്ളാഹുവിൻ്റെ ആ ഇഷ്ടം അല്ലെങ്കിൽ ആ സ്നേഹം അതെല്ലാം പിടിച്ചു പറ്റാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് യഥാർത്ഥത്തിൽ ആ ഖുശൂ ആകുന്ന ഘടകം.
ചേർത്ത് വായിക്കേണ്ട ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ മനോഹരമായിട്ടുള്ളൊരു പ്രസ്താവന. ദഖൽതു അലല്ലാഹി മിൻ അബ്വാബി ത്വആത്തി കുല്ലിഹ. എല്ലാ അനുസരണകളുടെ, എല്ലാ ഇബാദത്തുകളുടെ വാതിലുകളിലൂടെയും അള്ളാഹുവിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. നമസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ സക്കാത്തിൻ്റെ, നോമ്പിൻ്റെ വ്യത്യസ്ത വാതിലുകളിലൂടെ ഞാൻ കയറാൻ ശ്രമിച്ചു. അവിടെയെല്ലാം ഒരുപാട് ആളുകൾ, അവിടെയെല്ലാം ആളുകൾ തിക്കും തിരക്കുമായിരുന്നു. ഫലമ്മ അതൈതു ബാബു ദുല്ലി വൽ ഇഫ്തിഖാർ. ആ വിനയത്തിൻ്റെ, താഴ്മയുടെ, ആ ഖുശൂഇൻ്റെ വാതിൽ ഞാൻ എത്തിയ സമയത്ത് അവിടെ തിരക്കില്ല, മത്സരമില്ല, കുറച്ച് ആളുകൾ മാത്രമാണ്. ഞാൻ ആ വാതിലിലേക്ക് കാല് വെച്ചതോടുകൂടെ എന്നെ അവിടെ കൈപിടിച്ച് കയറ്റി എന്നുള്ളതാണ്. അതായത് ആ പ്രസ്താവനയുടെ ഉദ്ദേശം, ഇബാദത്തുകളെല്ലാം ആളുകൾ അങ്ങേയറ്റം തിക്കും തിരക്കുമായിട്ട് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ ആ ഖുശൂഅോടുകൂടെ അത് നിർവഹിക്കുന്ന ആളുകൾ കുറവാണ്. ആ ഖുശൂഅോടുകൂടെ നിർവഹിക്കുന്ന സമയത്താണ് അത് അള്ളാഹുവിങ്കിൽ വമ്പിച്ച കർമ്മമായിട്ട് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്കുള്ള ഏറ്റവും വലിയ ഷോർട്ട് കട്ടാണ് ആ ഖുശൂഅോടുകൂടെയുള്ള കർമ്മങ്ങൾ. ഇപ്പോൾ ഇവിടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, പല ആളുകളും പലപ്പോഴായിട്ട് പരാതി പറയാറുള്ള ഒരു കാര്യമാണ് നമസ്കാരത്തിൽ വേണ്ടത്ര ഖുശൂ ലഭിക്കുന്നില്ല എന്നുള്ളത്. എന്നുവെച്ചാൽ അത് വിശദമായിട്ട് അടുത്ത ഭാഗത്ത് നമ്മൾ സംസാരിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഖുശൂ എന്നുള്ളത് കേവലം നമസ്കാരമായിട്ട് മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമല്ല. അത് ജീവിതത്തിലുടനീളം ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്, പ്രസിദ്ധനായിട്ടുള്ള മുഫസ്സിർ ഇമാം സഅദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളുടെ നമസ്കാരത്തിൻ്റെ പുറത്തതുണ്ടെങ്കിലേ നമസ്കാരത്തിനകത്ത് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ പണ്ഡിതന്മാർ പറയാറുള്ളൊരു പ്രസ്താവന, അൻതക്കൂന ഹയാത്തക ഖാരിജി സ്വലാ ക അന്നക ഫി സ്വലാ. നിൻ്റെ നമസ്കാരത്തിൻ്റെ പുറത്തുള്ള ലൈഫ് നമസ്കാരത്തിലുള്ള ലൈഫിനെ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമസ്കാരത്തിൻ്റെ പുറത്ത് ഏത് രൂപത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത് അത് തന്നെ ആയിരിക്കും നമസ്കാരത്തിൽ. അതല്ലാതെ ഇപ്പോൾ നമസ്കാരത്തിലേക്ക് ഒരാൾ കൈകെട്ടുന്നതോടുകൂടെ ആ ഖുശൂഇൻ്റെ ബട്ടൺ ഓണാക്കുക, എന്നിട്ട് അയാൾ കണക്റ്റഡ് ആവുക. അതേസമയം പള്ളിയിലേക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അയാൾ ഓഫ്ലൈനിൽ കംപ്ലീറ്റ്ലി അള്ളാഹുവിൽ നിന്ന് ഡിസ്കണക്റ്റ് ആയിട്ട് ജീവിക്കുക. ആ രൂപത്തിൽ ഒരിക്കലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമസ്കാരത്തിനകത്ത് വേണമെങ്കിൽ തീർച്ചയായിട്ടും അയാൾ പുറത്തുള്ള ആ ലൈഫ് ഫിക്സ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത്. അതല്ലാതെ ഒരിക്കലും ഒരാൾക്ക് രണ്ട് രൂപത്തിലാകാൻ കഴിയില്ല. അതുതന്നെയാണ് ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൻ്റെ 4-ാമത്തെ വചനത്തിൽ മാ ജഅലല്ലാഹു ലി റജുലിൻ മിൻ ഖൽബൈനി ഫി ജൗഫി, അള്ളാഹു പറയുന്നുണ്ട്, ഒരാൾക്കും അള്ളാഹു ആ രണ്ട് ഹൃദയങ്ങൾ നൽകിയിട്ടില്ല. അപ്പോൾ ആ നമസ്കാരത്തിൽ ആ ഖുശൂ നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ചില ഘടകങ്ങൾ അത് വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത്, അടുത്ത എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കും. അതിനു മുമ്പായിട്ട് ഇവിടെ അപ്പോൾ നമസ്കാരത്തിലുള്ള ആ ഖുശൂ അതിൻ്റെ രഹസ്യമായിട്ട് അള്ളാഹു പറയുന്നത് ഇപ്പോൾ സൂറത്തുൽ ബഖറയിലുള്ള ആ ഒരു ആയത്തിൻ്റെ തുടർച്ചയിൽ ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, നമസ്കാരത്തിൽ ആ ഖുശൂ ഇല്ലാത്ത ആളുകൾക്ക് അത് ഭാരമായിട്ട് അനുഭവപ്പെടുന്നു പറഞ്ഞ ഉടനെ അള്ളാഹു പിന്നീട് അതിൻ്റെ സീക്രട്ട് പറയുന്നുണ്ട്, അല്ലദീന യളുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം വ അന്നഹും ഇലൈഹി റാജിഊൻ. അപ്പോൾ അവർ നമസ്കാരത്തിൽ അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് ആ ഖുശൂ ലഭിക്കാനുള്ള കാരണം, ഞാൻ ഇതേ രൂപത്തിൽ നാളെ അള്ളാഹിനെ കണ്ടുമുട്ടേണ്ടവനാണ്, അള്ളാഹിൻ്റെ മുമ്പിലും ഇതേ രൂപത്തിൽ നിൽക്കേണ്ടവനാണ്, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവനാണെന്നുള്ള ആ ഒരു ബോധ്യം, ആ ബോധ്യം എത്ര സ്ട്രോങ് ആണ് അത്രയും നമസ്കാരത്തിൽ അയാൾക്ക് ആ ഖുശൂ ഉണ്ടായിരിക്കും എന്നുള്ളത്. അതാണ് ഇവിടെ സീക്രട്ടായിട്ട് അള്ളാഹു പറയുന്നത്. അപ്പോൾ നമ്മൾ നമസ്കാരത്തിൽ ആ നൃത്തം അത് ഖിയാം എന്നാണ് പറയുക, യൗമുൽ ഖിയാമ എന്നാണ് നമ്മൾ മരണാന്തര ജീവിതത്തിനുള്ള ഒരു പേര്. അപ്പോൾ ഇവിടെ ആ നമസ്കാരത്തിലുള്ള ആ ഒരു നൃത്തം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ലിൽ അബ്ദി ബൈന യദൈല്ലാഹി മൗഖിഫാൻ, അള്ളാഹിൻ്റെ മുമ്പിൽ അടിമക്ക് രണ്ട് നൃത്തങ്ങളുണ്ട്. മൗഖിഫ് ഫി സ്വലാ, ഒന്ന് നമസ്കാരത്തിലുള്ള ആ നൃത്തം, അതിന് ശേഷം മൗഖിഫ് യൗമുൽ ഖിയാമ, അള്ളാഹുവിൻ്റെ മുമ്പിൽ മരണാന്തര ജീവിതത്തിലുള്ള നൃത്തമാണ്. അപ്പോൾ ആ ഒരു ബോധ്യം ഒരാളിൽ എത്ര ഉറക്കുന്നു അത്രയും അയാൾക്ക് ആ നമസ്കാരത്തിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. ഓർക്കുന്നത് മുൻഗാമികളുടെ ചരിത്രത്തിലുള്ള ഒരു സംഭവം, ഒരു കൂട്ടം ആളുകൾ അവർ യുദ്ധമെല്ലാം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് മരുഭൂമിയിൽ അവർ ടെൻ്റ് ചെയ്യാണ് രാത്രി വിശ്രമിക്കാൻ വേണ്ടി. ആളുകളെല്ലാം ഉറങ്ങാൻ പോയി. അതിലൊരു വ്യക്തി അയാൾ രാത്രി നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടി. അപ്പോൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച ഉടനെ എവിടെ നിന്നോ ആ മരുഭൂമിയിൽ പെട്ടെന്ന് ആ ടെൻറ്റിലേക്ക് ഒരു സിംഹം കയറി വരാണ്. അവിടെയുള്ള ആളുകളെല്ലാം ഭയന്ന് പല ഭാഗത്തേക്കായിട്ട് ഓടി. പക്ഷേ അയാൾ ആ നമസ്കാരത്തിൽ തന്നെ തുടർന്നു എന്നുള്ളതാണ്. അപ്പോൾ സിംഹം അവിടെ നിന്ന് ചിറ്റി, എന്തോ കാരണത്താൽ ഒരാളെ ഉപദ്രവിക്കാതെ അതതിൻ്റെ പാട്ടിന് പോയി. ഒരല്പം കഴിഞ്ഞപ്പോൾ ആ രംഗം ശാന്തമായതോടുകൂടെ ഈ ഓടിപ്പോയ ആളുകളെല്ലാം തിരിച്ചു വന്നു. ശേഷം അയാളോട് ചോദിച്ചു, അപ്പോൾ നിങ്ങളെന്താണ് ഓടാതിരുന്നത്? അയാൾ പറയുന്ന ഒരു മറുപടി, ആ മറുപടിയാണ് പോയിൻ്റ്. അദ്ദേഹം പറയുന്നുണ്ട്, ഇസ്തഹിയൈതു മിനല്ലാഹി അൻ അഖിഫ ബൈന യദൈഹി സുമ്മ അഖാഫു ഖൽഖൻ മിൻ ഖൽഖിഹി, സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകെട്ടി നിന്നതിന് ശേഷം അവൻ്റെ സൃഷ്ടികളൊന്നിനെ ഭയപ്പെട്ട് ഓടാൻ ഞാൻ ലജ്ജിച്ചു, ഞാൻ നാണിച്ചു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, ആ ഒരു ഈമാൻ നോക്കുക. അപ്പോൾ ആ ഒരു ബോധ്യം എത്രയുണ്ടോ അത്രയും ഖുശൂ ഒരാൾക്ക് നമസ്കാരത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് തുടർന്ന് ഇനി നമ്മൾ മുൻഗാമികളായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിലുള്ള ഖുശൂഇനുള്ള ചില ഉദാഹരണങ്ങളാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ഇമാമുൽ ഖാശിഈൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് റസൂലുള്ളാഹിൻ്റെ ഒരു അനുചരൻ അബ്ദുല്ലാഹി ഇബ്നു ശഖീർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, സുനൻ അബൂദാവൂദിലും തുർമുദിയിലെല്ലാം കടന്നു വരുന്ന ഹദീസ്, ഒരിക്കലും ഞാൻ റസൂലുള്ളാഹിൻ്റെ അടുത്ത് പോയ സമയത്ത് വഹുവ യുസല്ലി, റസൂലുള്ളാഹി നമസ്കരിക്കുകയായിരുന്നു,
വലി ജൗഫിഹി അസീസുൻ ക അസീസിൽ മിർജലി മിനൽ ബുക്ക. റസൂലുള്ളാഹിന്റെ നമസ്കാരത്തിലുള്ള കരച്ചിൽ കാരണം ഒരു ചട്ടിയിൽ വെള്ളം തിളക്കുന്നത് പോലെയുള്ളൊരു ശബ്ദം എനിക്ക് കേൾക്കായിരുന്നു, അദ്ദേഹം പറയാണ്. അതേപോലെ തന്നെ ഈ ഒരു വിഷയം നമസ്കാരത്തിലുള്ള ഖുശൂആയിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളൊരു സംഭവമാണ് ഉർവ ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റേത്. അദ്ദേഹം സ്വഹാബിയല്ല, താബിയാണ്. റസൂലുള്ളാഹിക്ക് ശേഷമാണ് അദ്ദേഹം ജനിക്കുന്നത്. പിതാവ് സുബൈർ ബിൻ അൽ അവ്വാം റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബിയാണ്. മാതാവ് അസ്മ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹ, അതായത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി പുത്രനാണ്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള അധിക ഹദീസുകളും ലഭിക്കുന്നത് ഉർവ ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു വഴിയാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എൻ്റെ അമ്മായി ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നതിന് 5 വർഷം മുമ്പേ അവരിലുള്ള മൊത്തം അറിവും ഞാൻ അവരിൽ നിന്നും പഠിച്ചെടുത്തു എന്നുള്ളതാണ്. അദ്ദേഹം ഫുഖഹാ ഉസ്സബ, മദീനയിലെ ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള ആ ഫുഖഹാക്കളിൽ ഒരാളായിട്ട് പിന്നീട് ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു സന്ദർഭത്തിൽ മദീനയിൽ നിന്നും ഡമസ്കസിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. ആ യാത്രക്കിടയിൽ കാലിനെന്തോ രോഗം ബാധിച്ച്, ഇൻഫെക്ഷനോ മറ്റോ എന്തോ ബാധിച്ച് ആ രോഗം അങ്ങേയറ്റം മോശമാവാണ്. ആ സമയത്ത് ഖലീഫയായിരുന്ന വലീദ് ബിൻ അബ്ദുൽ മലിക് നാട്ടിലെ പ്രധാനപ്പെട്ട ചില ഡോക്ടർമാരെല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ അവരെല്ലാം അത് പരിശോധിച്ചതിന് ശേഷം അവർ പറഞ്ഞു, ഒരു രക്ഷയില്ല, ആ കാല് ആംബ്യൂട്ടിയാണ്, അത് മുറിച്ചൊഴിവാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് മുറിക്കേണ്ടതെന്നുള്ള ചർച്ച വരാണ്. അപ്പോൾ ഡോക്ടർമാർ അദ്ദേഹത്തോട് പലതും നിർദ്ദേശിച്ചു, നിങ്ങൾ എന്തെങ്കിലും മയക്കാനുള്ള എന്തെങ്കിലും തരാം, ആ രൂപത്തിൽ നിങ്ങൾ കിടക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊന്നും വേണ്ട. അവസാനമായിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞത്, ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കും, നമസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ചെയ്യാമെന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം സുജൂദിലാകുന്ന സമയത്താണ് അവർ ആ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അതുമാത്രമല്ല, അദ്ദേഹം ഈ കാല് മുറിച്ച് അവിടെ കിടക്കുന്ന സമയത്താണ് മകൻ്റെ മരണവാർത്തയും അദ്ദേഹത്തെ തേടിയെത്തുന്നുണ്ട്. അവസാനം അദ്ദേഹം മദീനയിൽ തിരിച്ചെത്തിയ സമയത്ത് അവർ ആ യാത്രയെക്കുറിച്ച് ചോദിച്ച സമയത്ത് അദ്ദേഹം മറുപടിയായിട്ട് ഒരൊറ്റ വാക്കാണ് പറഞ്ഞത്. സൂറത്തുൽ കഹ്ഫിൽ 62-ാമത്തെ വചനം, ലഖദ് ലഖീനാ മിൻ സഫരിന ഹാദാ നസ്വബ. അത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അപ്പോൾ അവിടെ നോക്കുക, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള സന്ദർഭത്തെ അത് നമസ്കാരത്തിലൂടെ അദ്ദേഹം അതിൽ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പലതും മുൻഗാമികളുടെ പല ഇത്തരത്തിലുള്ള ചരിത്രം കേൾക്കുന്ന സമയത്തും ഇതൊക്കെ സാധ്യമാണെന്ന് പോലും നമ്മളെല്ലാം ചിന്തിച്ചു പോകും. മുസ്ലിം ഇബ്നു യസാർ റഹിമഹുല്ലാ, അദ്ദേഹം താബീകളിൽപ്പെട്ട പ്രഗത്ഭനായിട്ടുള്ളൊരു പണ്ഡിതനാണ്. അപ്പോൾ അദ്ദേഹം നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ടെൻറ്റിൻ്റെ ഒരു ഭാഗത്ത് തീ പിടിച്ച് ആളുകളെല്ലാം പല ഭാഗത്തേക്കായിട്ട് ഓടി. അവസാനം അവർ ആ തീ അണച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് നമസ്കാരം കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മറ്റേ തീയെക്കുറിച്ച് ചിന്തിച്ച സമയത്ത് അതിനെക്കുറിച്ചുള്ള ചിന്ത ഈ തീ എന്നെ മറപ്പിച്ചു എന്നുള്ളത്. അതായത് നരകത്തെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. സമാനമായിട്ടിപ്പോൾ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിലും ഹജ്ജാജ് ബിൻ യൂസുഫായിട്ടുള്ള സംഘട്ടനത്തിലും മക്കയിൽ ഹറമിൽ ശക്തമായിട്ടുള്ള പീരങ്കിയും മറ്റും ഉപയോഗിച്ച് ഹജ്ജാജ് ആക്രമിക്കുന്നതിനിടയിലും അവിടെ നിശ്ചലനായിക്കൊണ്ട് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലും അദ്ദേഹത്തെ 10-17 തവണ പുറത്ത് ഒരു കടന്നൽ വന്ന് കുത്തി നമസ്കാരം കഴിഞ്ഞ സമയത്ത് പിറകിലുള്ള ആളുകൾ പറഞ്ഞ സമയത്താണ് അദ്ദേഹം അത് അറിയുന്നത് പോലും. അത് സ്വഹാബികളുടെ തന്നെ ചരിത്രത്തിൽ കാണുന്ന ഏറെ മനോഹരമായിട്ടുള്ളൊരു സംഭവം. ഇമാം അഹ്മദിൻ്റെ മുസ്നദിലും സീറയിൽ നമ്മൾ വിശദീകരിച്ചതാണ്. ദാത്തുൽ ഇതാഖ് എന്നുള്ള ഒരു യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാത്രി കാവൽ നിൽക്കാൻ വേണ്ടി 2 സ്വഹാബികൾ, അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു അതേപോലെ തന്നെ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു, 2 ആളുകളെയും ചുമതല ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അവർ ഡ്യൂട്ടി സ്പ്ലിറ്റ് ചെയ്ത് ഒരാൾ ഉറങ്ങും, മറ്റേ ആൾ കാവൽ നിൽക്കും. ആ രൂപത്തിലായിരുന്നു. അങ്ങനെ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു ഉറക്കത്തിലേക്ക് പ്രവേശിച്ചു. അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു ആ രാത്രിയിൽ അദ്ദേഹം നമസ്കാരത്തിലേക്ക് നിൽക്കുകയാണ്. നമസ്കാരത്തിലേക്ക് നിന്ന സമയത്ത് ഒരു ശത്രു അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അയാൾ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹുവിന് അമ്പെയ്യാണ്. അമ്പ് കൊണ്ട സമയത്തും അദ്ദേഹം ആ നമസ്കാരം തുടരാണ്. ഒരു അമ്പ് കൊണ്ടു, 2ാമത്തെ അമ്പ് കൊണ്ടു, 3ാമത്തെ അമ്പ് വന്ന് തറച്ച സമയത്ത് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അവിടെ വീഴാണ്. ആ ശബ്ദം കേട്ട് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം സംഭവം എല്ലാം അറിയുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ആദ്യത്തെ അമ്പ് കൊണ്ട സമയത്ത് തന്നെ നീ എന്നെ വിളിച്ചില്ല? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ആ നമസ്കാരത്തിൽ ഒരു സൂറത്ത് ആസ്വദിച്ച് അതിൽ മുഴുകി നിൽക്കുകയായിരുന്നു. സൂറത്ത് യൂസുഫ് അല്ലെങ്കിൽ സൂറത്തുൽ കഹ്ഫ് അത് പാരായണം ചെയ്ത് അതിൽ മുഴുകുകയായിരുന്നു. അപ്പോൾ അതിൽ ഭംഗം വരണ്ട, അല്ലെങ്കിൽ അതിനെ മുറിച്ച് കളയുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള. സുബ്ഹാനല്ലാഹ്, അത്രയേറെ നമസ്കാരത്തിൽ അവർ ആ ഖുശൂവോടുകൂടിയായിരുന്നു അവർ ആ നമസ്കാരത്തിൽ പങ്കെടുത്തത്. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ഈ രൂപത്തിൽ ടോട്ടലി ചുറ്റുപാടുകളായിട്ടെല്ലാം ഡിസ്കണക്ട് ചെയ്താണോ നമസ്കരിക്കേണ്ടത്, ആ രൂപത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുമെന്നെല്ലാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചുറ്റുപാടുകളെ സംബന്ധിച്ചുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ബോധം നമുക്ക് വേണം. അപകടം വന്നാൽ ഓടണ്ടാന്നൊന്നല്ല ഇതിനർത്ഥം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമുൽ ഖാശിഈനായിട്ടുള്ള ആ പ്രവാചകൻ നമസ്കാരത്തിലേക്ക് കൈകെട്ടുന്ന സമയത്ത് അവിടെയുള്ള കുട്ടികളുടെ കരച്ചിൽ കേട്ട് റസൂലുള്ളാഹി നമസ്കാരം പെട്ടെന്ന് പൂർത്തിയാക്കിയതെല്ലാം നമ്മുടെ ഹദീസുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതായത് ദുനിയാവുമായിട്ട് ഡിസ്കണക്ട് ചെയ്യണമെന്നല്ല പറയുന്നത്, മറിച്ച് ഹൃദയത്തെ പൂർണ്ണമായിട്ട് അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ടുള്ള ബാലൻസ് റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതേസമയം അതായത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൗർഭാഗ്യവശാൽ മറ്റുള്ള എല്ലാ കാര്യവും നമ്മൾ ശ്രദ്ധിക്കും, നമസ്കാരത്തിലേക്ക് മാത്രം ശ്രദ്ധ ഇല്ലാതെ പോവുകയാണ്. അതേസമയം ഇവർ
പൂർണ്ണമായിട്ടും അള്ളാഹിൻ്റെ മുമ്പിൽ ആ ഹൃദയം ഇറക്കി വെക്കുന്ന ആ രൂപത്തിലുള്ള ഖുശൂ, അതാണ് നേടിയെടുക്കാൻ വേണ്ടി നമ്മളെല്ലാം ശ്രമിക്കേണ്ടത്. അത്തരത്തിലുള്ള ആ ഖുശൂ നേടുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് അതിന് സഹായിക്കുന്ന ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ, ടിപ്സുകളാണ് വിശദമായിട്ട് നമ്മൾ പരാമർശിക്കുക. അള്ളാഹു നമ്മുടെ ആ നമസ്കാരത്തിലുടനീളം വന്ന ന്യൂനതകൾ പുറത്തത് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ആ ഖുശൂവോടുകൂടെ അവനിഷ്ടപ്പെട്ട രൂപത്തിൽ അത് നിർവഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയത്തി റബ്ബനാ വതഖബ്ബൽ ദുആ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.